നിങ്ങളെ കീമിൻ്റെ സെക്കൻഡ് ലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആണോ കൊണ്ടുപോകേണ്ടത് അതോ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണോ കൊണ്ടുപോകേണ്ടതെന്നുള്ള ഒരു ഡൗട്ട് വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഒറിജിനൽ കൊണ്ടുപോകണമെന്ന് തന്നെയാണ്. അതൊരിക്കലും ഒറിജിനൽ അവിടെ സബ്മിറ്റ് ചെയ്യണമെന്നല്ല. ഒറിജിനലും കൊണ്ടുപോകണം, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ കോപ്പീസും കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിദ്യാർത്ഥികളോട് പറയാറുള്ളത്. അപ്പം ഈ ഒറിജിനൽ നിങ്ങളവിടെ കൊണ്ടുപോയതിന് ശേഷം അവിടെ വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. അപ്പോൾ അതവർ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ കോപ്പി ഉണ്ടല്ലോ അത് അവരവിടെ വാങ്ങിച്ചു വെക്കും. അതാണ് വാങ്ങിച്ചു വെക്കുന്നത് വെരിഫിക്കേഷൻ വേണ്ടിയിട്ട്. ചില കോളേജസ് എന്ത് ചെയ്യും, ഈ ഒറിജിനൽ വാങ്ങിക്കും. അപ്പോൾ നിങ്ങൾ ഡിക്ലറേഷൻ എഴുതി കൊടുക്കാം, ലൈക്ക് എനിക്ക് ഓക്കെ ആണത് കൊടുക്കുന്നതിൽ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ചു വരികയും ചെയ്യും. ഒരു കോളേജിന് അത് ഫോഴ്സ്ഫുള്ളി പിടിച്ച് വാങ്ങിച്ചു വെക്കാനോ ഒന്നും പറ്റില്ല. ഓക്കെ, കാരണം 10ൻ്റെയും +2ൻ്റെയും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് പിന്നീട് ഉപയോഗമുള്ളതാണ്. അല്ലാതെ നിങ്ങൾ 4 വർഷം അവിടെ വെക്കുന്ന പരിപാടി നടക്കത്തില്ല. അങ്ങനെ ചെയ്യാറില്ല, ഒരു കോളേജും ചെയ്യാറില്ല. ഓക്കെ, അങ്ങനെ ഒരു കോളേജിന് ചെയ്യാൻ പറ്റില്ല. നിങ്ങളോട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചു ചോദിക്കാനുള്ള ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ എഴുതാം, എവിടെ അഡ്മിഷന് പോയാലും എഴുതാം. അപ്പോൾ ഞാൻ എൻ്റെ അഡ്മിഷന് പോകുന്ന ടൈമിലും ഈ ഒറിജിനലായിട്ടാണ് പോയത്. ഇപ്പം PG പോയപ്പോഴും ഞാൻ ഒറിജിനലായിട്ടാണ് പോയത്. ഞങ്ങളുടെ കോളേജിൽ കുസാറ്റിൽ അവിടെ പോയപ്പോൾ ഒറിജിനൽ കൊണ്ട് കോപ്പി ഉണ്ടായിരുന്നു. കോപ്പി അറ്റസ്റ്റൊന്നും ചെയ്യേണ്ടായിരുന്നു ഞങ്ങൾക്ക്. കോപ്പി ഞാൻ കൊടുത്തു. ഓക്കെ, ഒറിജിനലും കൂടെ വാങ്ങിച്ചിട്ട് വെരിഫൈ ചെയ്യും. കോപ്പി എടുത്തിട്ട് അവരെന്ത് ചെയ്യും, അവിടെ വെക്കും. ഇങ്ങനെയാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കും. ഓക്കെ.